ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കല്ലുമ്മക്കായ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഞാൻ കുറച്ച് കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊന്ന് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയോ ചെയ്യണം. അപ്പോഴേ ഇതിങ്ങനെ പൊട്ടി വരുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് ഇത് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഇതിന് കടുക്കാന്നാട്ടോ പറയുക. അപ്പോൾ വലിപ്പമുള്ള കടുക്കൊന്നല്ല, ഒരു മീഡിയം സൈസിലുള്ള കടുക്കയാണ്. വളരെ ചെറുതുമല്ല, കൂടുതലായിട്ട് വലിപ്പമില്ല, മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വേവിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളിയും, അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു തക്കാളിയുമാണ്. അതുപോലെ ഒരു 4 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും ഒന്ന് ചെറുതായി അരിഞ്ഞു വെക്കുക. ഇനി കുക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നന്നായി വാടി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച കടുക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വന്നപ്പോൾ ഒരു 1/2 കിലോ കടുക്ക ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ചേർക്കുന്നില്ല. എൻ്റെ കുട്ടികൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചേർത്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഡ്രൈ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത്രയും മതി കേട്ടോ. അല്ലാതെ നന്നായി ഡ്രൈ ആയി കിട്ടണം, നല്ലതുപോലെ മരിഞ്ഞ് കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എങ്ങനെയായാലും കടുക്ക നമ്മൾ എങ്ങനെ പാകം ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇത്
വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.